കൊച്ചിയിൽ നിന്നൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. കലൂർ സ്റ്റേഡിയത്തിലെ പിച്ച് വളരെ മോശം നിലയിലായി എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെ കണ്ടെത്തലിൽ ക്ലബ് അധികൃതർ ആശങ്കയിൽ. നാളെ ISL-ലെ ഹോം മത്സരം നടക്കാനിരിക്കെയാണ് ഇപ്പോൾ പിച്ച് മോശമെന്ന വിലയിരുത്തലെത്തിയത്. ഉമാ തോമസ് MLA-ക്ക് അപകടമുണ്ടായ നൃത്ത പരിപാടിയെ തുടർന്നാണ് പിച്ച് മോശമായത്. വിവരങ്ങളുമായി സൈഫുനീസ സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ചേരുന്നു. സൈഫുനീസ അലിയാർ, വെരി ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. അപ്പോൾ ഈ വലിയ ഭരതനാട്യ ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയിട്ടുള്ള പെർഫോമൻസ് നടത്തി ഈ പിച്ചും മോശമാക്കിയോ? GCD അധികൃതർ പറഞ്ഞിരുന്നത് പിച്ചിൽ കയറാൻ ഈ നർത്തകരെ അനുവദിച്ചിരുന്നില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ ക്ലബ് അധികൃതരുടെ പരിശോധനയിൽ പിച്ച് മോശമായെന്നാണോ വിലയിരുത്തൽ? അങ്ങനെയാണെങ്കിൽ നാളെ നടക്കുന്ന ISL ഹോം മത്സരങ്ങളിൽ ചെറിയ ആശങ്കയുണ്ടോ സൈഫുനീസ? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഞാനിപ്പോൾ ഉള്ളത് കലൂർ സ്റ്റേഡിയത്തിന് മുൻപിലാണ്. നാളെ വൈകിട്ട് 7:30-ക്കാണ് ഈ ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരം ഒഡീഷ FC-യുമായി നടക്കുന്നത്. ഇതിന് മുന്നോടിയായി നടത്തിയ പരിശോധനയിലാണ് പിച്ചിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരങ്ങളെല്ലാം തന്നെ ഇവിടെയാണ് നടക്കാറുള്ളത്. കലൂർ സ്റ്റേഡിയത്തിൽ 1 വർഷത്തേക്കുള്ള കരാറാണ് എടുത്തിരുന്നത്. അന്ന് തന്നെ NOC ബ്ലാസ്റ്റേഴ്സ് നൽകുകയും ചെയ്തിരുന്നതാണ്. ഈ NOC സർട്ടിഫിക്കറ്റിലാണ് ഇപ്പോൾ GCDയെ ഇപ്പോൾ പ്രധാന സാധനമായി കാണിക്കുന്നത്. കാരണം ഇപ്പോൾ കേടുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും NOC ഉണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ എന്നാണ് GCDയുടെ പറയുന്നത്. അതായത് GCD ഇക്കാര്യത്തിൽ ഒരു കൈ കഴുകുകയാണ് എന്ന് വേണം മനസ്സിലാക്കുവാനായി. ഈ 1 വർഷത്തേക്ക് സാധാരണഗതിയിൽ ഇത്തരം മത്സരങ്ങൾ നടക്കുമ്പോൾ ഈ കായികേതര പരിപാടികൾക്കായി ഈ പിച്ച് വിട്ടുകൊടുക്കാൻ പാടില്ലാത്തതാണ്. അന്ന് നമ്മൾ ഈ കാര്യം ചോദിച്ചപ്പോൾ GCD ചെയർമാൻ ചന്ദ്രൻപിള്ള പറഞ്ഞത് ഇങ്ങനെ ഒരു പിച്ചിന്റെ അകത്ത് കയറിയുള്ള മത്സരങ്ങളൊന്നുമില്ല, ആകെ ദിവ്യ ഉണ്ണിക്ക് മാത്രമാണ് അവിടെ കയറി കളിക്കാനുള്ള ഒരു സൗകര്യം കൊടുക്കുന്നത്. അതല്ലാതെ മറ്റ് 12,000 നർത്തകരെല്ലാം പിച്ചിന്റെ ചുറ്റും ഗ്രൗണ്ടിൽ മാത്രമാണ് കളിക്കുന്നതെന്നായിരുന്നു. പക്ഷേ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സെറ്റ് ചെയ്ത് നിന്നപ്പോൾ ഈ പിച്ചിലൂടെ കയറി ഇറങ്ങിയാണ് പോയിരിക്കുന്നത്. അതുകൂടാതെ ദിവ്യ ഉണ്ണിക്ക് ഒപ്പമുള്ളവർ, ദിവ്യ ഉണ്ണിയുടെ ഫോട്ടോഗ്രാഫേഴ്സ് അടക്കമുള്ളവർ ഷൂ ഇട്ട് പിച്ചിലൂടെ നടക്കുന്നതൊക്കെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുശേഷം ബ്ലാസ്റ്റേഴ്സിനോട് മാധ്യമപ്രവർത്തകർ പിന്നീട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചപ്പോഴും പിച്ചിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിക്കും. സാധാരണഗതിയിലുള്ള പരിശോധന ഈ മത്സരങ്ങൾക്ക് മുമ്പ് നടത്താറുണ്ട്, അപ്പോൾ പരിശോധിക്കാമെന്നാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ അങ്ങനെ നടത്തിയിരിക്കുന്ന പരിശോധനയിലാണ് പിച്ചിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നവരും ഒക്കെ ഈ പിച്ചിലൂടെ കയറി നടക്കുകയോ സാധന സാമഗ്രികളൊക്കെ അതിലൂടെ നീക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ വേണോ സംശയിക്കാൻ? ഈ പിച്ച് പ്രത്യേകം ബാരിക്കേഡ് വെച്ച് കെട്ടി അതിനകത്തേക്ക് ആൾ കയറാതിരിക്കാനുള്ള സജ്ജീകരണങ്ങളൊന്നും തന്നെ GCDയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഈ പരിപാടിയുടെ സംഘാടകരുടെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ആ മത്സരത്തിന് വന്നവരെല്ലാവരും തന്നെ പിച്ചിലൂടെ കയറി ഇറങ്ങി നടന്നിട്ടുണ്ട്. അതുകൂടാതെ ഈ വെള്ളക്കുപ്പിയായിട്ടും ബിസ്ക്കറ്റായിട്ടും എല്ലാം തന്നെ ഈ കുട്ടികൾക്ക് ഇത്രയും നേരം അവിടെ കാത്തിരുന്ന് ഭരതനാട്യം ഡാൻസിന് വേണ്ടി കാത്തിരുന്നവർക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ അവിടെ കൊടുത്തിരുന്നു. നമ്മൾ പിറ്റേ ദിവസം രാവിലെ പോകുമ്പോൾ അവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ കാഴ്ച നിറയെ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് ആ ഗ്രൗണ്ട് നിറഞ്ഞു കിടക്കുന്നതാണ്. ഒരു രീതിയിലുള്ള സംഘാടകരുടെ ഭാഗത്ത് നിന്ന് അത്തരം ക്രമീകരണങ്ങളോ ഇതല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെന്റിനുള്ള സംവിധാനങ്ങളോ ഒന്നും നടത്താതെയാണ് ഈ ഗ്രൗണ്ട് നശിപ്പിച്ചിട്ടിട്ട് പോകുന്നതായിരുന്നു. പക്ഷേ അതിൽ GCDയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു വീഴ്ച എന്ന് പറയുന്നത് GCDയെ ഇതുവരെ അക്കാര്യത്തിൽ ഒരു പരാതി പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടില്ല. നമ്മളിപ്പോൾ ലൈവിന് തൊട്ട് മുമ്പ് പോലും CA വിളിച്ചു. ഏതെങ്കിലും തരത്തിൽ ഇന്നലെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇക്കാര്യത്തിൽ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അതിനുശേഷമെങ്കിലും GCD ഒന്ന് അനങ്ങിയിട്ടുണ്ടോ? പിച്ച് കേടുപാട് പറ്റിയ മൃദംഗ വിഷൻ എന്ന് പറയുന്ന സംഘാടകർക്കെതിരെ എന്തെങ്കിലും തരത്തിൽ നടപടി വേണമെന്ന് GCD ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിലവിൽ അങ്ങനെ ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എന്നാണ്. അതല്ലാതെ GCD നൽകിയിരിക്കുന്ന ഈ മറ്റ് വീഴ്ചകൾ, അതായത് പോലീസിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി എന്നല്ലാതെ രേഖാമൂലം ഒരു പരാതി ഈ പിച്ച് കേടാക്കിയവർക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയിട്ടില്ല. ഒപ്പം തന്നെ നാളെ മത്സരം നടക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് കിടഞ്ഞു പരിശ്രമിക്കുകയാണ്. മത്സരത്തിന് യോഗ്യമാകുന്ന രീതിയിൽ ഗ്രൗണ്ട് മാറ്റുവാനായി അതിന് വൻ ചെലവ് വരുമെന്നുമാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഫുട്ബോൾ കളിക്കുന്ന ആ ടർഫിലാണ് പ്രശ്നം. ആ ടർഫ് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ഒരു കണ്ടീഷനൊക്കെ എഴുതി കൊടുത്തു എന്ന് GCDയെ പറയുന്നു. GCDയെ അധികൃതരെ നമ്മളിപ്പോൾ വിളിച്ചു, ചന്ദ്രൻപിള്ളയെ വിളിച്ചെങ്കിലും ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ നാളെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി നടക്കുമോ ഈ ടർഫിന്റെ കാര്യത്തിൽ ഈ അനിശ്ചിതത്വം ഉണ്ടെങ്കിൽ?
മത്സരം നടക്കില്ലെന്ന് ഇതുവരെ അറിയിച്ചിട്ടില്ല. നാളെ ഹോം മത്സരം ഇവിടെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ മത്സരം ഇവിടെ തന്നെ നടക്കാനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ ഇനിയിപ്പോൾ ആ മത്സരത്തിനിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് താരങ്ങൾക്ക് ഉണ്ടാവുകയോ ഈ പിച്ചിൻ്റെ കേടുപാടുകൾ മൂലം മത്സരത്തിന് എന്തെങ്കിലും അതിൻ്റെ ഒരു ഗതിയെ നിർണ്ണയിക്കുകയൊക്കെ ചെയ്യുമോ എന്നുള്ളതിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് അധികൃതർ പറഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നിലവിൽ ഈ ഗ്രൗണ്ട് ഈ മത്സരത്തിന് യോഗ്യമാകുന്ന രീതിയിൽ സജ്ജീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ ഈ GCDയെ ഇങ്ങനെ ഒരു കായികേതര മത്സരത്തിന് മൃദംഗവിഷന് നൃത്ത പരിപാടി നടത്തുവാനായി വിട്ടു നൽകിയപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ്. ഓക്കെ, എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഒരു നിയമ നടപടിയിലേക്കും GCDയെ കടന്നിട്ടുമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.